വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. എവ്രി വൺ ഈസ് വെൽക്കം. മറക്കണ്ട, നമ്പർ ഒന്നുകൂടി പറയാം, 9072555001. യു ആർ വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ അരിഫ്ക ഹലോ ഒരു സോറി പറയാൻ വിളിച്ചത്. അരിഫ്ക ഹലോ ഹലോ. ആ, ആരാണ്? പേരിപ്പോ തൽക്കാലം ഇപ്പോ അവിടെ നിൽക്കട്ടെ. അരിഫ്ക ഒരു സോറി പറയാൻ വേണ്ടി വിളിച്ചതാണ്. എന്തിനാണ് സോറി പറയണത്? നിങ്ങളെ പറ്റിയുള്ള തെറ്റിദ്ധാരണ ആ. ആയിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലാക്കുന്നു. ആ, എന്ത് വിഷയത്തില്? വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കാസിമിന്റെ, അതായത് റഹ്മത്തുള്ള കാസിമില്ലേ, മൂപ്പര ഒരു പ്രസംഗത്തിൽ കേട്ടാണ് 2029 കോൺഗ്രസ് വരൂ, അന്നേരം ഫുള്ള് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന്റെ അന്നേരം വിചാരിക്കും പോലെ ഇതിനും നല്ല BJP ആയിരുന്നു. അതായത് നിങ്ങളെ ഞാനിപ്പോ അങ്ങനെ അറിയില്ല കേട്ടോ, നിങ്ങൾ BJP ആണോ അല്ലേന്ന് ഞാൻ അറിയില്ല. ആണെങ്കിൽ തന്നെ നിങ്ങളുടെ കാലഘട്ടമാണ് ഏറ്റവും ബെറ്റർ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? UDF വരും പോലെ UDF കോൺഗ്രസ് വരുന്ന പറയുന്നത്. അത് മൂപ്പര് പറഞ്ഞ പ്രസംഗമാണ്. ഞാനിപ്പോ കേട്ടോണ്ട് നിൽക്കുമ്പോ എനിക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മ വന്നത്. അതേതാ പ്രസംഗം? ഞാൻ കേട്ടിട്ടില്ല. അതിപ്പോ 3 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്ത സാധനമാണ്. ഏത് ചാനലില്? ചാനല് അത് യൂട്യൂബില് ഉള്ളത്. നിങ്ങള് ശബ്ദം കുറവാണ്, കേൾക്കുന്നില്ല. MT മീഡിയയിലുണ്ട്. MT മീഡിയ. ഇതൊക്കെ ഇനിയിപ്പോ പബ്ലിസിറ്റി ആവോ? പബ്ലിഷ് ചെയ്യാലോ നമുക്ക്. പബ്ലിസിറ്റി ചെയ്യല്ല. അതെ, ഞാൻ അതുകൊണ്ടല്ല, ഞാൻ നിങ്ങളോട് സത്യത്തിൽ ഒരു സോറി പറയാൻ വേണ്ടിട്ടാ വിളിച്ചത്. ഞാൻ നിങ്ങളോടൊന്നും ചെയ്തില്ലല്ലോ സോറി പറയാൻ. ചെയ്തില്ല, പക്ഷെ ഇപ്പൊ മനസ്സുകൊണ്ട് പിന്നെ എനിക്കൊരു വെറുപ്പും വിഷമമൊക്കെ നിങ്ങളോട് ഉണ്ടായിരുന്നു. അതെല്ലാം കുറേ മാറി. അതൊക്കെ മാറിയോ? ഓ, അത് ശരി. അതെങ്ങനെ? മതം വിട്ടിട്ടൊന്നുമില്ല. മതം എന്ന് പറയുന്ന സംഭവത്തെ പറ്റി തന്നെ അത് ഷുഹൈബ് ഹൈത്തമി പറഞ്ഞതാണ് ഞാൻ ആലോചിക്കുന്നത്. ഷുഹൈബ് ഹൈത്തമില്ലേ, മൂപ്പര് പറഞ്ഞില്ലേ പിന്നെ എല്ലാവരും ഒരു മതത്തിലാണ്. അതായത് ഒരു മതം എന്നാല് അത് പിന്നെ അതൊരു സ്വഭാവമാണെന്നത്രേ അത് നബി പറഞ്ഞത്. അങ്ങനെയൊക്കെയാണ്, ഞാനൊക്കെ അറിഞ്ഞൂടാ. അങ്ങനെല്ലാണ് പിന്നെ ഖുർആനില് പറഞ്ഞിരിക്കുന്നത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്നല്ലേ. ഒരു മതേ ഉള്ളൂ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അതില് വേറെ മതമൊന്നുമില്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഹിന്ദുയിസംന്നോ ഇൻദല്ലാഹിൽ നമ്മളുടെ ക്രിസ്ത്യാനിറ്റി എന്നൊന്നും അല്ലല്ലോ പറഞ്ഞിരിക്കണേ. അതായത് പിന്നെ അള്ളാഹുവിൽ ഏറ്റവും സ്വീകാര്യമായത് ഇസ്ലാമാകുന്നു അല്ലേ? അതെ, അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം മുഴുവൻ. എല്ലാ മതവും ശരിയാണെങ്കിൽ പിന്നെ ഈ ദാവാ പ്രവർത്തനത്തിന് എന്താ പ്രസക്തിയുള്ളത്? അവരവർ വിശ്വസിച്ച് പോയാ പൊട്ടെ എന്ന് വെച്ചാ പോരെ. അതൊക്കെ ശരി തന്നെയാണ്. എന്തായാലും ഇനിയിപ്പം വരാൻ പോകുന്ന കാലഘട്ടം. അപ്പൊ നിങ്ങളിപ്പോ BJP-ക്കാരനെ സംഖ്യയായി മാറി. സംഖ്യയായി മാറിയിട്ടില്ല. ഇങ്ങനെയൊക്കെ പറയുന്നവരെ സംഖ്യ എന്നാണല്ലോ പറയാറ്. ഇല്ല, ഞാന് പാർട്ടിയിലൊന്നുമില്ല. ഞാൻ പാർട്ടിയിലൊന്നും പ്രവർത്തിക്കുന്ന ആളൊന്നുമില്ല. കേട്ടില്ല. നിങ്ങൾ ശബ്ദം കുറവാണ്. ഞാൻ ഒരു പാർട്ടിയിലും ഉള്ള ആളല്ല. നിങ്ങളിപ്പോ പാർട്ടിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ലല്ലോ വിഷയം. നിങ്ങളൊരു നിലപാട് പറയുമ്പോ അത് സംഖ്യ പറയുന്ന നിലപാടായാൽ നിങ്ങൾ സംഖ്യയായി. അങ്ങനെയാണല്ലോ. ആ നിലപാടിലായി എന്ന് പറയാൻ വിളിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാനത് നിങ്ങളോട് സോറി പറയാൻ വേണ്ടി വിളിച്ചു. നിങ്ങളെ ഞാനായിട്ട് പ്രശ്നമില്ല എന്ന് പറയാം. ഒന്ന് ഹോൾഡ് ചെയ്യോ, ഒറ്റ സെക്കൻഡ്. പറയൂ. നമ്മുടെ പേരെന്താന്ന് പറഞ്ഞു? നിങ്ങൾ കാക്കാമാര് തരുന്ന പണിയാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. ഇതേപോലെ പോലീസിൽ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടേ മതനിന്ദാന്നും പറഞ്ഞു. എന്ത് മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങളെ കിതാബിലുള്ള സാധനം അറബിയിലുള്ളത് മലയാളത്തിൽ പറഞ്ഞ മതനിന്ദയാണ്. അത് പറഞ്ഞാല് മതനിന്ദ കാണിക്കുന്നവരൊക്കെ ഉണ്ട്. മതനിന്ദ ഇപ്പൊ നമ്മള് പറയുന്നത് എന്താ മതനിന്ദ? എല്ലാ വിഷയത്തിലും കള്ളന്മാരുണ്ടല്ലോ. ഇതില് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തീവ്രത ഇല്ലാത്ത മുസ്ലിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്.
നമ്മൾ ആ എല്ലാവരും കൂടി മിക്സ് ആണ് ഇത്. അപ്പൊ അതുകൊണ്ടാണ് പറയിപ്പിക്കുന്നത്. ആ പേര് വരിക ഇസ്ലാമിന് ആണ് വരിക, ഒരു സെക്കൻഡ്, മൊത്തത്തിലൊന്നും ഒരു വരില്ല. ആംബുലൻസ് പൊക്കോട്ടെ. ഓ, ഉം. ആ പറയൂ. ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കി പറയിപ്പിക്കുന്നതും പേര് ആ മൊത്തം ഇസ്ലാമിലേക്ക് പോകുന്നു എന്ന് പറയാം. ആ അത് ഇസ്ലാമിലുള്ള കാര്യം പറയുമ്പോൾ പിന്നെ ഇസ്ലാമിന് തന്നെയല്ലേ പേര് വരാം. അതെ, അത് പറയാതിരിക്കാൻ പറ്റുമോ? സ്വാഭാവികം. ഓ സ്വാഭാവികം എന്നറിയാം. അതെ. ഇസ്ലാമിനുള്ളിലുള്ള ആൾക്കാര് ഉം. കച്ചറ കാട്ടുമ്പോ അത് എല്ലാവർക്കും ബാധിക്കുന്ന രീതിയിലാകുന്നു പറയാം. അതെ, അത് അവര് മനസ്സിലാക്കുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ നമുക്കിത് പറയേണ്ടി മനസ്സിലാക്കുന്നില്ല. വരുന്നത്. അതെ. ഇപ്പൊ നമ്മൾ പറയുന്നത് അതാണ്. ഇപ്പൊ നിങ്ങൾ മതം വിട്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും വിഷയമല്ല. ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്ന ഒരു ലെവലിൽ ആണ് ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങളും സംസാരിക്കുന്നതെന്ന് വിചാരിക്കാം, ഈ മതം ഉം. തലയ്ക്ക് പിടിക്കാതെ. ഉം. നമ്മളൊക്കെ ഇതുപോലെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഈ കോയാ കോളിംഗ് നടത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ലല്ലോ. ഇല്ല, ആവശ്യമില്ല. ആ, ഇത് നടു റോഡിലേക്ക് എടുക്കണോണ്ടല്ലേ ഈ പ്രശ്നം. മറ്റുള്ള ആളുകളുടെ ഉം. നെഞ്ചത്തേക്ക് കയറ്റി വെക്കണോണ്ടല്ലേ ഈ കുഴപ്പം. ഉം. ഈ ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയണോണ്ടല്ലേ ഈ പ്രശ്നം. തീർച്ചയായിട്ടും. അത് നമ്മളങ്ങ് മാറ്റി വെച്ചാൽ മതി. അപ്പൊ ഹൈത്തമിയെ പോലെയുള്ള ആളുകൾ വന്നിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ തിരിയുന്നതല്ല ഇസ്ലാമിലെ കാര്യങ്ങൾ. ഹൈത്തമീന്റെ എനിക്ക് ആ, നമ്മള് ഹൈത്തമീന്റെ പറഞ്ഞൊന്നും എന്തേലും. ഹൈത്തമിയുടെ പറഞ്ഞത് ഇതാണ്, എല്ലാ മതവും ആ, സ്വീകാര്യമാണെന്ന് നബി പറഞ്ഞു എന്ന്. അതെ. അങ്ങനെ നബി ഹൈത്തമി പറയില്ല. പറഞ്ഞത് ഹൈത്തമി ഞാൻ കേട്ടിട്ടില്ല പുള്ളി അങ്ങനെ പറഞ്ഞത്. പുള്ളി പക്ഷെ എല്ലാവരിലും നന്മയുണ്ട്, മതമുള്ളവനിലും നന്മയുണ്ട്, മതമില്ലാത്തവനിലും നന്മയുണ്ട് എന്നൊക്കെയാണ് പുള്ളി തീർച്ചയായിട്ടും ഉണ്ട്. എന്നെ തീർച്ചയായിട്ടും ഈ മതത്തിലുള്ള ആൾക്കാർ സ്വർഗത്തിൽ പോകുന്നൊന്നും ഏടെയും പറഞ്ഞിട്ടില്ല. ഏത് എങ്ങനെ ഇസ്ലാമിലുള്ള ആൾക്കാരാ ഇസ്ലാമിലുള്ള ആൾക്കാർ മാത്രമേ സ്വർഗത്തിൽ പോകുന്നു ഞാൻ എന്റെ അറിവിലില്ല കേട്ടോ. നിങ്ങളുടെ അറിവിലില്ല, അത്രേ ഉള്ളൂ. പക്ഷെ ഇസ്ലാമിൽ ആ, അങ്ങനെയാണ്. നിങ്ങളത് അറിയാത്തോണ്ടല്ലേ. ഗാന്ധിജി സ്വർഗത്തിൽ പോവോ? അതിപ്പോ അല്ലാഹു പറയൂ. ആലം, അങ്ങനെ പറയാം, എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയല്ലല്ലോ, നിങ്ങളത് പഠിച്ചാൽ പോരെ. ഇസ്ലാമിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഗാന്ധിജി സ്വർഗത്തിൽ പോകും. നിങ്ങൾ നന്മ ചെയ്താൽ പോരാ, നിങ്ങൾ മുസ്ലിം ആയിക്കൊണ്ട് നന്മ ചെയ്യണം, അപ്പോഴേ നിങ്ങൾക്ക് സ്വർഗം കിട്ടുള്ളൂ. ഇതല്ലേ ആഴക്കടലായിട്ട് പറയുന്നത്. അക്കാര്യത്തിലൊന്നും ഞാൻ ഒരാളെ നോക്കിയിട്ട് ഞാനൊന്നും വിലയിരുത്തലില്ല. നിങ്ങൾ ഏത് ഒരാളെ സ്വർഗത്തിൽ നോക്കാനല്ല പറഞ്ഞു, ഒരായത്ത് നോക്കിക്കൂടെ നിങ്ങൾക്ക്? അല്ല, അതല്ല ഗാന്ധിജിന്റെ പറഞ്ഞ അതെ, അതൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എനിക്കിപ്പോ നിങ്ങളുടെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങളെ ചിലപ്പോ മുന്നിൽ പോവാന്നുണ്ടെങ്കിൽ എനക്കെന്ത്, ഞാൻ ഇപ്പം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ അതല്ല ഞാൻ നരകത്തിലാണെങ്കിൽ ചോദിക്കുന്നത്, അതല്ല ഞാൻ ചോദിക്കുന്നത്, ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അള്ളാഹു ഓക്കെ, നമ്മളെല്ലാരും അള്ളാഹു സ്വർഗത്തിലാക്കിയിട്ടാണ് ആലല്ല, അത് ഖുർആൻ ആലമാണ്, ഖുറാനിലുണ്ട് അത്. ഉം. ഓക്കെ, പക്ഷെ ഖുറാനിൽ കൃത്യമായിട്ട് എഴുതി സത്യനിഷേധികൾ എന്ന് പറയുന്നുണ്ട്. ഓ സത്യനിഷേധികൾ നരകത്തിൽ പോകുന്ന എന്താണ് ആ പറയുന്നുണ്ട്. സത്യം? സത്യം എന്ന് പറഞ്ഞാല് ഉം. ഏകദൈവ വിശ്വാസം. സത്യം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള, അല്ല, അതാണ് സത്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാല് ആ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുന്നല്ല, വേറെന്ത് അഷ്ഹദു അന്ന പേര് മുഹമ്മദ് വിളിച്ചാലും റസൂലുള്ള, പ്രശ്നമില്ല. അതാണ് ദൈവത്തിന് സത്യം. നമ്മളിപ്പം ദൈവം എന്ന് പറയുന്നുണ്ട്. ആ, എന്ത് പേര് വേണമെങ്കിലും ദൈവത്തിന് വിളിക്കാൻ വിളിക്കാം. പറ്റൂല. പക്ഷെ ഇല്ല, വിളിക്കാൻ പറ്റില്ല. അള്ളാഹ്ക്ക് ഇഷ്ടം അള്ളാന്ന് വിളിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ മൂപ്പര് വിളിക്കാൻ കാര്യം പറ്റില്ല. പറഞ്ഞു. അങ്ങനെ വിളിക്കാൻ അയ്യ പറ്റില്ല. പേരുള്ള ആരും വേറെ ലോകത്തില്ല എന്നാണ് അതൊക്കെ അള്ളാഹുവിന്റെ നിങ്ങളുടെ തെറ്റിദ്ധാരണകളാണ്. അങ്ങനെയല്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? അള്ളാഹു അല്ലാതെ വേറെ ഉം. ഒരു ആരാധ്യനില്ല. ആരാധ്യനല്ല, ദൈവമില്ല. ആ, ഓക്കെ, ആരാധ്യൻ. അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പോ അവിടെ വേറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നു, ആ ദൈവങ്ങളെ റദ്ദാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണത്. അത് അത് അപ്പൊ അത് വേറെ ശരിയാണോ? അത് ഒന്നാമത് ഇതിൽ ഉം. ഏകദൈവ വിശ്വാസമാണല്ലോ. ആ, അപ്പൊ പിന്നെ വേറെ ദൈവങ്ങൾക്ക് ചാൻസ് ഇല്ലല്ലോ അവിടെ. അത് നിങ്ങളുടെ വിശ്വാസമല്ലേ. ബഹുദൈവത്തിൽ വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ദൈവമല്ലേ. അതെങ്ങനെയാ നമ്മൾ ഇല്ലാന്ന് പറയാ? അങ്ങനെ എങ്ങനെ പറഞ്ഞത്? ഇപ്പൊ ഹിന്ദുക്കളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ രാമനില്ല കൃഷ്ണനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദഹിക്കുമോ? അങ്ങനെ പറയാനൊന്നും പറ്റൂല. പറ്റൂല. അപ്പൊ അത് അവരുടെ വിശ്വാസമല്ലേ. തീർച്ചയായിട്ടും അവർക്ക് അപ്പൊ ആ വിശ്വാസം തെറ്റാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അങ്ങനെ നമ്മൾ പറയരുത്. അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, അല്ല, ഞാൻ ചോദിക്കാണ്, നിങ്ങളിപ്പോ രാമനില്ല കൃഷ്ണനില്ല അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എന്ന് നമ്മളിപ്പോ പറഞ്ഞു നടക്കൂല. പക്ഷെ ഖുറാനിൽ നിങ്ങൾ പറഞ്ഞു നടക്കണ്ടോ എന്നുള്ളതല്ലല്ലോ എന്റെ വിഷയം, ഇസ്ലാം പറയണ്ടോ എന്നുള്ളതാണ് എന്റെ വിഷയം. ഇസ്ലാമിൽ അങ്ങനെയാണല്ലോ പറയുന്നത്. അല്ലാതെ വേറെ ദൈവം ഇല്ല എന്നാണ്. അതെ, അതെ, അത് ഇസ്ലാം പറയുന്നല്ലേ, പഠിപ്പിക്കുന്നതല്ലേ. അത് ശരിയാണോ അങ്ങനെ പറയുന്നത്?
അങ്ങനെ ശരിയാണെന്ന് വെച്ചാല് യെസ് ഇപ്പം ഓർ നോ? ഒരു- ഇതിപ്പോ ഇതെന്താ ആലോചിക്കാൻ എന്താ? അല്ല അതല്ല, ഞാനിപ്പോ ഇപ്പോ ഇതിപ്പം ക്രിസ്തു വർഷം 2024. അതൊക്കെ അതിന്റെ പോട്ടെ, മുന്നേ ഞാൻ ഈ സാധനത്തിന് ഒരു അതല്ല, ഉത്തരം പറയൂ, അതിന് എന്നിട്ട് നമുക്ക് ബാക്കി ഉത്തരം പറയാലോ. പറയാനുള്ള അറിവ് എനിക്കില്ല. അതായത് ഞാനിപ്പോ ആകെ അല്ല, ഒരു ഇതിനിപ്പോ എന്താ ഒരു ഇത്ര വയസ്സായി അറിവുള്ളത്? വന്നിട്ട്. ഒരു കാര്യം ഇപ്പൊ മണ്ണെണ്ണ നമ്മൾ കുടിക്കോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ നിങ്ങൾക്ക് മണ്ണെണ്ണയുടെ കെമിസ്ട്രി അറിയണോ? അതില് ശരിയുണ്ടോ നിങ്ങൾ ചോദിക്കുന്നേ? പിന്നെന്താ? അതില് ശരിയുണ്ട്. ഇപ്പൊ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ദൈവത്തെ നമുക്ക് തിരഞ്ഞെടുക്കാലോ. ഇപ്പൊ ക്രിസ്ത്യൻ മതത്തിൽ സൂട്ടബിൾ വിശ്വസിക്കുന്ന ആയിട്ടുള്ള ആൾക്കാർക്ക് ദൈവത്തെ തെരഞ്ഞെടുക്കാന്നോ? നമുക്കിപ്പോ ആ, പിന്നെ നിങ്ങൾക്ക് എല്ലാ രാമനെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം ഇസ്ലാമിലുണ്ടോ? ഇസ്ലാമിലില്ല. ഇല്ല. അപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞു പക്ഷെ ഈ തെറ്റിയില്ലേ? രാമൻ സൂട്ടബിൾ എന്ന് ആയിട്ടുള്ള പറയുന്ന ദൈവത്തെ പക്ഷെ ഈ തെരഞ്ഞെടുക്കാനുള്ള രാമൻ എന്ന് അവകാശം ഇസ്ലാമിലുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഈ രാമൻ എന്ന് പറയുന്ന ആരോ ആയിക്കോട്ടെ, ദൈവം രാമനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ? എന്റെ രാമാ ഹേ അത് റാം എന്ന് പറഞ്ഞല്ലേ ഗാന്ധിജി വെടിയേറ്റ് അത് വീണത്? മുഹമ്മദ് നബീന്റെ എന്തോ ടച്ചിന്റെ പേരുമായിട്ട് എന്തോ എന്താ എന്താ കേട്ടിട്ടുണ്ട്. എന്താ അതിന്റെ എങ്ങനെ? വാസ്തവ അറിയില്ല. രാമൻ മുഹമ്മദ് നബി ആണെന്നോ? ഈ ഹിന്ദു മതം ഹിന്ദു മതഹബോ? കേട്ടിട്ടുള്ള അറിവല്ലല്ലോ ഹിന്ദു മതം. ഏഹ്? ഹിന്ദു അതില് കാസിമി പറയുന്നില്ലേ എന്നാ 20 പോട്ടെ, ഇനിയിപ്പോ രാമനെ പറയുമ്പോഴല്ലേ പ്രശ്നം. എന്റെ ഹനുമാൻ സ്വാമി എന്താണ് ആഞ്ജനേയ സ്വാമി എന്ന് വിളിക്കുന്ന കേട്ടിട്ടില്ലേ? അത് ഇപ്പോ ഇല്ലേ? BJP അപ്പൊ ഹനുമാനെ തെരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം ഇസ്ലാമിലുണ്ടോ? ഇസ്ലാമിലില്ല. പക്ഷെ ഇല്ല. അനുമാനം തിരഞ്ഞെടുക്കുന്ന ആൾക്കാരിലേക്ക് അ- അത് അതിന്റെ ആ സ്വാതന്ത്ര്യം ഉണ്ട്. സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം ഇസ്ലാം അനുവദിച്ചു കൊടുക്കുന്നുണ്ടോ? ഇസ്ലാമിൽ ഒരു ഹനുമാനെ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ഹിന്ദു മത വിശ്വാസിയുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് മര്യാദയ്ക്ക് എന്റെ ദൈവത്തിൽ വിശ്വസിച്ചോ എന്ന് പറയുന്നത് ഏത് മതക്കാരാണ്? ഞാനറിയില്ല. അത് ക്രിസ്ത്യാനിയാണോ, മുസ്ലിമാണോ, ബുദ്ധമതക്കാരനാണോ, ജൈനനാണോ, മതമില്ലാത്തവനാണോ, ഏത് മതക്കാരനാ? മുസ്ലിമാണോ? എന്റെ അറിവിലിപ്പോ അങ്ങനെ മുസ്ലിം ആരും അല്ലേ? പറയുന്നത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നുള്ളത് അതൊരു ആർഗ്യുമെന്റ് ഫ്രം ആനിക്ഡോട്ട്സ് ആണ്. നിങ്ങൾ കണ്ടതുകൊണ്ട് ഒരു കാര്യം അതൊന്നല്ല, വാദിക്കുക, നിങ്ങൾ കാണാത്തത് കൊണ്ട് ഒരു കാര്യം വാദിക്കുക, അങ്ങനെയല്ലല്ലോ. അതിന്റെ തെളിവുകൾ ഉണ്ടോ എന്നുള്ളതല്ലേ നമ്മൾ നോക്കണ്ടേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ. നിങ്ങളിപ്പോ എനിക്ക് അതിന്റെ മറുപടി തരുവേനെ. നിങ്ങള് സൂര്യനെ അല്ലെങ്കിൽ ഇപ്പോ ഏതെങ്കിലും പ്ലൂട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. പക്ഷെ പ്ലൂട്ടോ ഇല്ലേ? എങ്ങനെയുണ്ടെന്ന് മനസ്സിലായത്? ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, അതിന്റെ തെളിവ് വെച്ചതുകൊണ്ടല്ലേ? കിട്ടുമല്ലോ, ആ തെളിവുള്ളതുകൊണ്ടല്ലേ? തെളിവുകൾ കണ്ടുപിടിച്ചല്ലോ. അപ്പൊ നിങ്ങൾ പറയൂ, ഈ പറയുന്ന ഹനുമാനെ ആരാധിക്കുന്ന ഒരു ഹിന്ദുവിന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് മര്യാദയ്ക്ക് എന്റെ മതത്തിലേക്ക് വിശ്വസിച്ചോ, അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഗോത്രങ്ങളിലേക്കൊക്കെ കത്തെഴുതിയിട്ട് ഇത് എന്റെ കുതിരപ്പട പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്, നിങ്ങൾ വേഗം കലിമ ചൊല്ലിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ യുദ്ധത്തിന് തയ്യാറെടുത്തോ എന്ന് കത്തെഴുതി അവരെ യുദ്ധത്തിലേക്ക് നയിച്ചത്, ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ പിടിച്ചു കെട്ടി അവിടെ അടിമകളാക്കി മാറ്റിയത് ഏത് ചരിത്ര പുരുഷനാണ്? ഓപ്ഷൻ ഞാൻ തരാം. മുഹമ്മദ് നബി, ശ്രീബുദ്ധൻ, രാമൻ, കൃഷ്ണൻ. ഇതിലാരാണ്? ഓ, എനിക്കറിയില്ല. അത് മുഹമ്മദ് നബിയാണ്. അങ്ങനെ മുഹമ്മദ് നബി എഴുതിയ കത്തുകളുടെയൊക്കെ പകർപ്പ് ഇപ്പോഴും മ്യൂസിയങ്ങളിൽ ഇരിപ്പുണ്ട്. അത് കണ്ടിട്ടുണ്ടോ? ഓ, ഞാൻ മ്യൂസിയത്തിലൊന്നും പോയിക്കില്ല. നിങ്ങൾ മ്യൂസിയത്തിലും പോയിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. ഇതൊക്കെ അറിയണോണ്ടാണ് നമ്മൾ ഇതിനെ തള്ളി പറയുന്നത്. പക്ഷെ അത് അന്നത്തെ കാലത്തുള്ള പിന്നെ അതേ വീണ്ടും അടുത്ത ഇസ്ലാം ഏതെങ്കിലും ഒരു കാലത്തേക്കുള്ളതാണോ സുഹൃത്തെ? അത് എല്ലാ കാലത്തേക്കുള്ളതല്ലേ? നമ്മൾ അന്നത്തെ കാലത്തേക്കുള്ളതാണെന്ന് പറഞ്ഞ് ഇസ്ലാം പൊളിഞ്ഞില്ലേ? ഇസ്ലാമിന്റെ അവകാശവാദം എല്ലാ കാലത്തേക്കുള്ളതാണെന്നല്ല. അപ്പൊ നിങ്ങൾ ആ ഇസ്ലാമിനെ പിടിച്ച് അന്നത്തെ കാലത്തേക്ക് എന്ന് പറഞ്ഞ് അവിടെ തളച്ചിടുമ്പോ നിങ്ങൾ ഇസ്ലാമിനെ ഒതുക്കുകയല്ലേ ചെയ്യുന്നത്? ചെയ്യാൻ പാടുണ്ടോ? ഒന്നാമത്തത് അത് എന്താ പറയുന്ന പറഞ്ഞാല് ഒരു മനുഷ്യൻ പ്രസവിച്ച് വീഴുന്നേരം അത് മുസ്ലിം ആയിട്ടാണ് അത്ര ജനിക്കുന്നത്. അതെ, മനുഷ്യൻ മാത്രമല്ല, ഇവിടുത്തെ പന്നിയും പെരിച്ചാഴിയും പട്ടിയും എല്ലാം മുസ്ലിമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതായത് ദൈവത്തിന്റെ അങ്ങനെ ഒരു അവകാശവാദം ഹിന്ദുക്കൾക്ക് വേണ്ടി വെച്ചൂടെ? അല്ല, അത് ദൈവത്തിന്റെ ആയതുകൊണ്ടായിരിക്കാം അതെല്ലാം മുസ്ലിമാന്ന് പറയുന്നത്. പിന്നെ ഈ പട്ടി നായൊന്നും ഇത് ദൈവത്തിന് നിഷേധിച്ചു പോകില്ല. പക്ഷെ മനുഷ്യന്മാര് എന്ത് ചെയ്യും? വിവേചനം, മറ്റേ എന്താ പറയാ, ഈ പക്ഷെ മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നത് കറുത്ത പട്ടീനെ തല്ലിക്കൊല്ലാനാണ്. എങ്ങനെ? മുഹമ്മദ് നബി ഉത്തരവിട്ടത് കറുത്ത പട്ടീനെ തല്ലിക്കൊല്ലാനാണ്. ഒറ്റ വെട്ടിന് പല്ലിയെ കൊല്ലണം എന്നാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചത്. പല്ലിനല്ലേ? ആ, നമ്മൾ പേരിനെങ്ങനെ കൊല്ലണം?
പേനില്ലേ പേന്? പേനിന് വല്ലല്ലോ കൊല്ലാൻ പറഞ്ഞത്. പേനിനെ കൊല്ലുന്നതല്ലേ? പല്ലിയെ കൊന്നാൽ നിങ്ങൾ ഒറ്റയടിക്ക് പല്ലിയെ കൊന്നാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്നതാണ് ഇസ്ലാം ഹദീസിൽ. അതുപോലെ തന്നെ പേനിനെ കൊല്ലുന്ന പഠിപ്പിച്ച് കൊതുവിനെ കൊല്ലുന്നല്ലേ ഇല്ലേ നമ്മള്? ഞാൻ ചോദിക്കണത് അതാണ്. അത് അള്ളാഹു പറഞ്ഞാല് ഒരു പല്ലിയില്ലേ, പേനിനെ കൊല്ലുന്നത് ഇപ്പൊ പേൻ നമ്മളെ കടിക്കുമ്പോ കൊല്ലുന്നതല്ലല്ലോ ഇവിടെ പല്ലിന്റെ പറയുന്നത്. സ്വഭാവം ചിലപ്പോ മനസ്സിലാക്കിയോണ്ടായിരിക്കാം. അതായത് എനക്കങ്ങനെ പല്ലിയുടെ തോന്നുന്നു പല്ലിന്റെ സ്വഭാവം എന്താന്നോ, ഇങ്ങനെ ആയിരിക്കാം. ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ അതിനെ അനുകൂലിക്കുകയാണ് അപ്പൊ. അനുകൂലിക്കുന്നല്ല, എന്റെ തെറ്റാണെങ്കിൽ തെറ്റാന്നങ്ങ് പറഞ്ഞാൽ പോരെ, മണ്ടത്തരാണെങ്കിൽ മണ്ടത്തരാന്നങ്ങ് പറഞ്ഞാൽ പോരെ. ഇനി പിന്നെ അതിനെ നമ്മൾ ഈ സംഖ്യകൾ കാണിക്കണ മാതിരി അതിനെ മറ്റേ പ്ലൂട്ടോണി ഉണ്ട് ചാണകത്തിൽ എന്നൊക്കെ പറയുന്ന പരിപാടിക്ക് നിൽക്കണെന്തിനാ? ഒന്നാമത് എനിക്ക് ഇപ്പൊ എന്താ പറയാ, അത് ശരിയാണ് അത് തെറ്റാണ് എന്ന് പറയാൻ അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് അതൊന്നും പറയാൻ അറിയില്ലെങ്കിലും ഇത് പറയുന്ന ആളുകളെ നിങ്ങൾക്ക് വെറുക്കാൻ അറിയാം അല്ലെ? എനിക്ക് ആരോടും വെറുപ്പില്ലല്ലോ. അല്ല, നിങ്ങൾ ഒരിടയ്ക്ക് എന്നെ വെറുത്തിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. എണ്ണമുണ്ട് എനിക്ക് ഒരു സമയത്ത്. അത് പിന്നെ എന്റെ തെറ്റിദ്ധാരണെല്ലാം പോയി. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു കാര്യം വേറൊരാൾ പറയുമ്പോൾ നിങ്ങൾ അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നതിനേക്കാളും ഉപരി നിങ്ങൾ ചെയ്യേണ്ടത് ആ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടോ എന്ന് അന്വേഷിക്കുകയല്ലേ ശരിക്കും വേണ്ടത്? അങ്ങനെ അന്വേഷിച്ച് നിങ്ങളെ വിളിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. യെസ്, അതെ, അത് ഞാൻ സമ്മതിച്ചു. അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങളായിട്ട് സംസാരിക്കുമ്പോ എനിക്ക് പോസിറ്റീവ് എനർജി കിട്ടിയ പോലെ. അതായത് ഞാൻ എല്ലാവരും പറയണത് അല്ലെ പറയുന്നുണ്ടോ? അത് നമ്മള് ക്ലിപ്പിൽ അത് കേൾക്കലില്ലല്ലോ. ഓ, ഇങ്ങനെ നിങ്ങൾ ഓഡിയോയില് അത് അങ്ങനെ ആരും പറയുന്ന കേട്ടിട്ടില്ല. അറിയാം, നിങ്ങൾ മുഴുവൻ കേട്ടിട്ടില്ല, അതാണ്. കൊറേ ഞാൻ അതെ എങ്ങനെ കേട്ട് ഞാൻ മടുത്തു. നിങ്ങളെ കോൾ ഡ്യൂറേഷൻ എത്രയാ? കോൾ ഡ്യൂറേഷനോ? അത് കോയ തേയുന്നത് വരെ. കോയ തേയുന്നത് വരെ. അതെ, കോയാന്ന് വിളിക്കുന്നത് ശരിക്ക്. പിന്നെ കോയാന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് ഒരു മലയാളി മുസ്ലിമിനെ വിളിക്കുന്നതാണ്. അത് അങ്ങനെയല്ലേ? ഞാൻ വിളിക്കുന്നതാണ് പൊതുവെ. കാക്കാന്നും വിളിക്കൂ, കാക്ക താത്താന്നൊക്കെ വിളിക്കാറില്ലേ? അത്രേ ഉള്ളൂ. അതിന് കുറച്ചുകൂടി നമുക്ക് എനിക്കൊരു പ്രശ്നം. അതെ, അല്ല ഇപ്പൊ കോഴിക്കോടൊക്കെ നിങ്ങൾ വേണ്ടാത്തൊന്നല്ലേ വിളിക്കുന്നത്, ഉള്ള കാര്യല്ലേ വിളിക്കുന്നത്. ഇതൊന്നും ചില ആളുകൾക്ക് ദഹിക്കൂലെന്ന്, അവരതെന്തോ വലിയ മോശമായിട്ടൊക്കെ. നമുക്കൊന്നും ഒരു പ്രശ്നമില്ലേ. അതിപ്പോ നിങ്ങൾക്ക് എന്നോട് വെറുപ്പില്ലാത്തോണ്ടാണ്. നിങ്ങൾ സംഖ്യ ആയതുകൊണ്ടാണ്. സംഖ്യ എനിക്കിപ്പോ സംഖ്യകളോടും വെറുപ്പില്ല, എനിക്ക് ആരോടും വെറുപ്പില്ല. ഞാൻ പറഞ്ഞില്ലേ, സംഖ്യകളോടും വെറുപ്പില്ലാണ്ടായ? ഇല്ല, എനിക്ക് സംഖ്യകളോട് വെറുപ്പേ ഇല്ല, അതേ വെറുപ്പില്ല. അത് ശരി. അപ്പൊ സംഖ്യയെ വെറുത്ത് ഇഷ്ടമായി മറ്റേ കുട്ടിശങ്കറിനോട് വെറുത്ത് കുട്ടിശങ്കറിനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ മാതിരി ആയല്ലോ ഇപ്പൊ കഥ. കുട്ടിശങ്കറിനെയോ? സിനിമയിലെ ഡയലോഗ് കേട്ടിട്ടില്ലേ? ഞാനിപ്പം സിനിമ കാണില്ല. സിനിമ ഹറാമാണല്ലോ അല്ലേ? സോറി, അറിഞ്ഞില്ല. അതുകൊണ്ടല്ല സിനിമ ഹറാമായിട്ടില്ല. പിന്നെ സിനിമ എനിക്ക് ഒന്നാമത് സമയമില്ല. എന്ത് ചെയ്യുന്നു? പഠിക്കാണോ? പഠിച്ചു കഴിഞ്ഞതാണ്, ജോലിയുണ്ട്. ഓക്കെ, നല്ല കാര്യം. എന്തായാലും ആളുടെ പേര് ഞാൻ മറന്നു, പേര് പറയണ്ട. സന്തോഷം വിളിച്ചതില്. സന്തോഷം. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇതേപോലെ മറിച്ച് ചിന്തിക്കാൻ തയ്യാറാകുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് എന്ന് അറിയുമ്പോ ഒരു സന്തോഷം. ഓക്കെ, നമുക്ക് നമ്മളുടെ പണി തുടർന്ന് ചെയ്യാലോ അല്ലെ? ഓക്കെ അല്ലേ? നിർത്തണോ? യു ക്യാരി ഓൺ. നിർത്തണോ? ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ചാൽ മതി. അതായത് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തീവ്രമായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ പ്രശ്നക്കാരായ അപകടകാരികളായിട്ടുള്ള അത് എന്തും, അതിപ്പോ ഇന്ത്യൻ ഭരണഘടനയില് മോദി എന്താണോ പറയുന്നത് അതനുസരിക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ മോദി ഒന്നും പറയുന്നില്ല, അത് ഭരണഘടനയെ പറയുന്നുള്ളൂ. അല്ല, എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. പറയുന്നത് നമ്മളെ നിയമത്തില് എന്താണോ ഉള്ളത് അതനുസരിക്കണം. നമ്മളുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു നിലനിൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികൾക്ക് യാതൊരു പ്രാധാന്യമില്ല. അത് ആ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ നിലകൊള്ളാൻ ആ ഓഫീസ് അവിടെ ഇരിക്കുന്ന ആൾക്ക് ബാധ്യതയുണ്ട്. അത് ആ ഓഫീസിലിരിക്കുന്ന ആൾ പ്രധാനമന്ത്രിയാണ്, അയാൾ BJP-കാരനല്ല. അത് ആ ചിന്ത ആ ഇരിക്കുന്ന ആൾക്കും വേണം, ജനങ്ങൾക്കും വേണം. ശരിക്കുള്ള നമ്മുടെ ശരിയത്ത് നിയമത്തില്, ഇസ്ലാമിക നിയമത്തില്
ആ പിന്നെ നമ്മുടെ ഭരണാധികാരിയെ അനുസരിക്കണം എന്നാണ് പറയുന്നത്. ഭരണാധികാരിയെ അനുസരിക്കണം എന്നാണ് ഇസ്ലാമിക നിയമത്തിൽ പറയുക. പക്ഷെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് അതല്ല. ഭരണാധികാരിയും ഭരിക്കപ്പെടുന്ന ആളുകളും ഭരണഘടനയെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്. തീർച്ചയായിട്ടും. ഭരണഘടനയെ അനുസരിക്കാത്ത ഭരണാധികാരിയാണെന്നുണ്ടെങ്കിൽ ആ ഭരണാധികാരിയെ പുറത്താക്കാനുള്ള വഴികളാണ് ഭരണഘടന നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അതാണ് ഇസ്ലാമിക നിയമവും ഇതുപോലുള്ള സ്വേച്ഛാധിപത്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണുക എല്ലാ കാര്യങ്ങളും. ആയിക്കോട്ടെ, ഇതിപ്പോ ഞാനിപ്പോ ഇത് ഇങ്ങനെയൊക്കെ പറയുമ്പോ നിങ്ങളെ ഞാൻ കാശ് തന്ന് വിളിപ്പിച്ചാണെന്നാ പറയാ. അവരോട് എന്താ പറയാനുള്ളത്? അവരോട് പറയാനുള്ള ഇതൊന്നും ക്യാഷിന്റെ പുറത്തല്ല, ഇതെല്ലാം നമ്മള് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഫീലിങ്സ് ഉണ്ടായിട്ട് വിളിക്കുന്ന സ്നേഹം കൊണ്ട് തന്നെ. യെസ്, ഐ ലവ് യു. ചേർത്ത് പിടിക്കാൻ ആരിഫ് അറിയൂ. ഐ ലവ് യു. ഓക്കെ, താങ്ക് യു. തിരിച്ചും ഐ ലവ് യു. സ്നേഹം വഴിഞ്ഞൊഴുകുന്ന കോയ. ശരി, സ്നേഹം കവിഞ്ഞൊഴുകുന്ന കോയ, അതായിരിക്കും അതിന്റെ ടൈറ്റിൽ വരും അല്ലേ? അതെ, സ്നേഹം കവിഞ്ഞൊഴുകുന്നത്. അതെ, ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതാ ഇഷ്ടം. ആയിക്കോട്ടെ. ശരി. നിങ്ങൾ അവിശ്വാസിയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വിശ്വാസിയാണെങ്കിലും ബോധത്തോടു കൂടി നടക്കുക. തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയാനും മണ്ടത്തരം കണ്ടാൽ മണ്ടത്തരാണെന്ന് പറഞ്ഞാൽ ഇത് മാറി നടക്കാനും നിങ്ങൾ ശ്രമിക്കുക. അത്രേ നമ്മൾ പറയണുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ എപ്പോഴെങ്കിലും വിളിക്കും നിങ്ങളെ. അന്നേരം എന്തായാലും വിളിക്കാൻ നോക്കട്ടെ. അന്നേരം സംസാരിക്കും. എന്റെ നമ്പർ നോട്ടിയത് വെച്ചാ. ആയിക്കോട്ടെ, ശരി. ഓക്കെ, ശരി. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitumu ya Rasulu Dingah. Ashhadu anna mitumu ya Rasulu Dingah. Hayya ala free thinking. Hayya ala free thinking. Hayya ala scientific temper. Hayya ala scientific temper. Dingahu Akbar, Dingahu Akbar. La